ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 10ാമത്തെ എപ്പിസോഡാണ്. ബാക്കിയുള്ള എപ്പിസോഡൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കി പഠിക്കുന്ന ഹോം ബേക്കേഴ്സ് ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അവർക്കൊക്കെ പറ്റിപ്പോകുന്ന കോമൺ ആയിട്ടുള്ള ബിഗിനേഴ്സിന് കേട്ടോ കോമൺ ആയിട്ടുള്ള കുറച്ച് ഫോൾട്ടുകളും അതിൻ്റെ റെമഡീസുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്ന ഫോൾട്ട് ബിഗിനേഴ്സിന് സംഭവിക്കുന്ന ഒരു ഫോൾട്ടാണ് കേക്കിൻ്റെ ബാറ്റർ ഓവർഫ്ലോ ആയിട്ട് വീഴുന്നത്. നമ്മുടെ ഇതിൽ നിന്ന് കവിഞ്ഞിട്ട് ഓവർഫ്ലോ ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോ ആയിട്ട് അതിൽ നിന്ന് കവിഞ്ഞ് പോകുന്നതായിട്ട് ചില നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സൊക്കെ ആകുന്ന സമയത്ത് സംഭവിക്കാറുണ്ട്. അതിലുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുന്ന സമയത്ത് അതിൽ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയൊക്കെ യൂസ് ചെയ്യുമല്ലോ. അതൊക്കെ നമ്മൾ പറഞ്ഞതിലും പറഞ്ഞ അളവിലും കൂടുതൽ എടുക്കുമ്പോഴാണ് അങ്ങനെ മെയിനായിട്ട് സംഭവിക്കുന്നത്. പിന്നെ അതല്ലാതെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് മോൾഡ് എടുക്കുമല്ലോ. നമ്മൾ ഇപ്പോൾ 8 ഇഞ്ചിൻ്റെ മോൾഡ് എടുക്കേണ്ട സ്ഥാനത്ത് നമ്മളിപ്പോൾ ഒരു 6 ഇഞ്ചാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും കേക്കിൻ്റെ ബാറ്റർ ഓവർഫ്ലോ ആയിട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേക്കിംഗ് മോൾഡിൻ്റെ മുക്കാൽ ഭാഗം മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. അതിലും കൂടുതൽ ഒഴിച്ചാൽ ഇതുപോലെ ഓവർഫ്ലോ ആയിട്ട് പോകും. അപ്പം ബേക്കിംഗ് മോൾഡൊക്കെ എടുക്കുമ്പോൾ കറക്റ്റ് സൈസിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ മോൾഡ് അത്ര ഹൈറ്റ് ഒന്നും ഇല്ലാത്ത മോൾഡാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബട്ടർ പേപ്പർ ഉയരത്തിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താലും നമുക്ക് ആ ഒരു പ്രോബ്ലം വരില്ല. അപ്പോൾ ബട്ടർ പേപ്പർ ആ ഒരു റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ആ രീതിയിൽ ഇപ്പോൾ ഞാൻ കാണിച്ച പോലെ ആ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ബിഗിനേഴ്സിന് സംഭവിക്കുന്ന രണ്ടാമത്തെ ഒരു ഫോൾട്ടാണ് ഞാൻ പറയുന്നത്. കേക്ക് നന്നായിട്ട് ബേക്കായി ഒക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ മുകൾ ഭാഗം ഒരു ഒട്ടൽ വരുന്നുണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഷുഗർ നന്നായിട്ട് ഓവറായിട്ട് നമ്മൾ യൂസ് ചെയ്താൽ അങ്ങനെ വരും. ഇപ്പോൾ ഒരു കേക്കിൽ ഇപ്പോൾ ഒരു 1 kg കേക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അതിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്തതായിട്ട് പറയുന്നത്. പൊടിക്കാത്ത 1/4 കപ്പ് പഞ്ചസാര മാത്രമേ നമ്മൾ അതിൽ ചേർക്കാൻ പാടുള്ളൂ. 1 കപ്പൊന്നും എന്തായാലും ചേർത്ത് കൊടുക്കരുത്. 1 കപ്പൊക്കെ ഒരു 1 kg കേക്കിലേക്ക് ചേർത്താൽ എന്തായാലും അത് കൂടിപ്പോവും. അപ്പോൾ അങ്ങനെ ഷുഗർ കൂടിപ്പോയാൽ മാക്സിമം 1/4 കപ്പ് കേട്ടോ, 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ ചേർക്കാം. അപ്പോൾ അങ്ങനെ ഷുഗർ കൂടിപ്പോയാൽ ഇതുപോലെ കേക്കിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഒട്ടൽ വരും. അതുപോലെ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ അത് കൂടിപ്പോയാലും മുകൾ ഭാഗം ഒട്ടിപ്പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ വീഡിയോസിലൊക്കെ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ആ മെഷർമെൻറ്റിലും കൂടുതൽ വരുമ്പോഴാണ് ഈ ഒരു ഒട്ടലൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ മറ്റൊരു കാരണം കൂടി ഇതിനുണ്ട്. നമ്മൾ ബാറ്റർ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ബാറ്റർ ഇളക്കി കൊടുക്കൂലേ, അത് സ്ലോലി ഇളക്കി കൊടുക്കുക. ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. വളരെ സ്ലോലി സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക. അത് നമ്മൾ അതിലിട്ടിട്ട് ഭയങ്കര കുത്തി ഇളക്കി കൊടുക്കുമ്പോഴൊക്കെ ഈ ഒരു സംഭവം നമുക്ക് പറ്റാവുന്നതാണ്, ഈ മേൽഭാഗം ഒട്ടൽ. അപ്പോൾ ബാറ്ററൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാരണം കൂടിയും പറയാം. ഇപ്പോൾ നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇതിലേക്ക് കേക്കിലേക്ക് ചേർക്കുന്നതെങ്കിൽ ആ പഞ്ചസാര നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മെൽറ്റായിട്ടില്ലെങ്കിലും ഇതുപോലെ തന്നെ ഒട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇതിന് ശ്രദ്ധിച്ചിട്ട് തയ്യാറാക്കി നോക്കുക. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് സംഭവിക്കാവുന്ന മറ്റൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ കേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോവുക, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പൊടിഞ്ഞു പോവുക. ആ ഒരു പ്രോബ്ലം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ചേഞ്ച് കൊണ്ട് മെയിനായിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓവൺ ആയാലും അതുപോലെ നമ്മൾ പാനിലാണെങ്കിൽ പാന്, കുക്കർ, അതുപോലെ സോസ് പാന് ഇതൊക്കെ ഓവറായിട്ട് പ്രീ ഹീറ്റ് ചെയ്യുമ്പോഴും ഇത് സംഭവിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുള്ള സമയത്ത് മാത്രം ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് അതുവരെ നമ്മുടെ ഇതൊക്കെ 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിലും കൂടുതലൊന്നും ടെമ്പറേച്ചറൊന്നും കൂട്ടി കൊടുക്കരുത്. ഓവനിലാണെങ്കിലും ഒക്കെ പറഞ്ഞ സമയം 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 10 മിനിറ്റ് തന്നെ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് വരാനുള്ള മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെയ്തെടുക്കുന്ന സമയത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു മൈദയുടെ അല്ലെങ്കിൽ കോൺഫ്ലോർ നമ്മൾ അതിലേക്ക് എന്തൊക്കെയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെയൊക്കെ അളവ് കൂടുതലും അതുപോലെ വെറ്റ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കുറവാകുമ്പോഴും ഇങ്ങനെ സംഭവിക്കും. പറഞ്ഞിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ അതെല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കേക്കിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് മെഷർമെൻറ്റ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്. അത് തെറ്റിപ്പോയാൽ എല്ലാം ഫ്ലോപ്പായി പോവും.
നാലാമതായിട്ട് ബിഗിനേഴ്സിന് പറ്റുന്ന മറ്റൊരു തെറ്റാണ് നമ്മുടെ കേക്ക് പുറത്തേക്ക് കാണാൻ നന്നായിട്ട് ബേക്കായൊക്കെ വന്നിട്ടുണ്ടാവും, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ കുത്തി നോക്കുന്ന സമയത്ത് അത് ആ സ്റ്റിക്ക് മേലെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നുണ്ടാവും, പക്ഷേ പുറത്തേക്ക് കാണാൻ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കും കുക്കായിട്ട് വന്നിട്ടൊക്കെ ഉണ്ടാവുക, പക്ഷേ ഇത് ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഓരോ ടെമ്പറേച്ചറിനും ഓരോ നമ്മുടെ സ്റ്റൗവിലാണെങ്കിൽ സ്റ്റൗവിൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പുറത്തേക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ വീണ്ടും അത് ബേക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും മേൽഭാഗമൊക്കെ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്ന് നല്ല ഹാർഡായിട്ട് പോവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് അത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക നമ്മുടെ കേക്കിനെ. എന്നിട്ട് അതിന് ശേഷം നമ്മളത് ബേക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കൂടെ അതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഏത് കേക്ക് ബേക്കായി കഴിഞ്ഞാലും അത് ബേക്കാക്കി ഉടനെ തന്നെ നമ്മൾ മോൾഡിൽ നിന്ന് പുറത്തേക്ക് എടുക്കരുത്. അങ്ങനെ ചെയ്താലും നമുക്ക് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് ഐസിങ് ചെയ്യാനും ഒക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം മോൾഡിൽ നിന്ന് എടുക്കുക. എന്നിട്ട് വയർ റാക്കിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത ശേഷം മാത്രം യൂസ് ചെയ്യുക. പിന്നെ 5-മതായിട്ട് സംഭവിക്കുന്ന മറ്റൊരു ഫോൾട്ടാണ് നമ്മുടെ കേക്കിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോവൽ. അതിനുള്ള മെയിനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേക്ക് ബേക്കാവാൻ ഇപ്പോൾ ഒരു 30 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്ന ടൈം എന്നുണ്ടെങ്കിൽ, അതിന് മുമ്പായിട്ടൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ ആ കേക്കിൻ്റെ ആ ഒരു ഓവണാണെങ്കിൽ ഓവൺ തുറന്ന് നോക്കുക, അതല്ലെങ്കിൽ പാനാണെന്നുണ്ടെങ്കിൽ പാന് തുറന്ന് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ അത് ചൂടായിട്ടുള്ളൊരു ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ആ ഒരു കേക്കിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് പെട്ടെന്ന് കോൾഡായിട്ടുള്ള എയർ വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ഒരു ഇതാണ് കേക്ക് പെട്ടെന്ന് അതിൻ്റെ സെൻറ്റർ ഭാഗം കുഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കരുത്. അത് മെയിനായിട്ടുള്ള ഇതിനൊരു റീസൺ ആണ്. പിന്നെ നമ്മുടെ കേക്കിൽ ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് കൂടിപ്പോയാലും ഇത് സംഭവിക്കും കേട്ടോ. ടെമ്പറേച്ചറിൻ്റെ അളവ് കൂടിയാലും ഒക്കെ ഇത് സംഭവിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഓവർ മിക്സിങ് ആയാലും അതിൽ എയർ കുടുങ്ങിയിട്ട് അത് പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ എയർ മുഴുവൻ പോവും. അപ്പോൾ അങ്ങനെ മുഴുവൻ പോകുന്ന സമയത്തും ആ നടുഭാഗം കുഴിയാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഓവറായിട്ട് ഇപ്പോൾ നമ്മൾ റീഹീറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് ചൂടാവരുത്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ കേക്ക് ബേക്ക് ചെയ്യേണ്ട സ്ഥാനത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കേക്ക് ബേക്ക് ചെയ്താലും ഇത് സംഭവിക്കും. എന്നിട്ട് പെട്ടെന്ന് നമ്മളത് തീ കുറക്കൂലേ, ഇപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തീ കുറക്കുന്ന സമയത്തും ഒക്കെ ഇത് സംഭവിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ 6-മത്തെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു ഫോൾട്ടാണ് ഈ കേക്കിൻ്റെ മേൽഭാഗം ഇതുപോലെ ക്രാക്ക് വീഴുക. ഇതുപോലെ ക്രാക്ക് വീഴുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ടെമ്പറേച്ചർ വേരിയേഷൻ തന്നെയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു 180 ഡിഗ്രിയിൽ ബേക്ക് ചെയ്യേണ്ട സംഭവം ഒരു 190 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുത്താലും അപ്പോൾ സെയിം സമയത്ത് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഇതുപോലെ ക്രാക്ക് വീഴും. അത് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഓവണിലല്ല ഇപ്പോൾ പാനിലാണെന്നുണ്ടെങ്കിലും നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ സംഭവിക്കും. പിന്നെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബേക്കിംഗ് ട്രേയിൽ ഒരു 3/4 ഭാഗം വരെ ബാറ്റർ ഒഴിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ അതിലും കൂടുതൽ ഒഴിച്ചാലും ഇതുപോലെ ക്രാക്ക് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാത്തിലും ഈ ഒരു ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് കൂടിയാലും ഇത് സംഭവിക്കും കേട്ടോ. അപ്പോൾ ബേക്കിംഗ് പൗഡറിൻ്റെ അളവ് കൂടാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ 7-മത്തെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ, സൈഡ് ഭാഗവും മുകൾ ഭാഗവും ഒക്കെ കേക്ക് ഭയങ്കര കട്ടിയായിട്ടിരിക്കുക. അങ്ങനെ ആയാൽ അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ബേക്കിംഗ് ട്രേയിലൊക്കെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലോ, ഓയിലായാലോ ബട്ടർ ആയാലോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമല്ലോ. അത് ഓവറായിട്ട് ചെയ്ത് കൊടുക്കരുത്. ഓവറായിട്ട് നമ്മൾ കേക്കിൻ്റെ ബേക്കിംഗ് മോൾഡിൽ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് വരും. സൈഡ് ഭാഗവും മേൽഭാഗവും ഒക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കുറച്ച് മാത്രം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഓവൺ ആയാലും പാൻ ആയാലും ഒക്കെ ഓവറായിട്ട് പ്രീഹീറ്റ് ചെയ്താലും ഇത് സംഭവിക്കും. പിന്നെ കൂടുതൽ സമയം ബേക്കിംഗ് ടൈം വെച്ചാലും, ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്കായിട്ടുണ്ടാവും എന്നാലും ഒന്നുകൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ സമയം നമ്മൾ ഓവണിലൊക്കെ തന്നെയാണ് കൂടുതൽ സമയം വെച്ചാൽ അങ്ങനെയും ഇത് ഹാർഡായിട്ട് പോകും. പിന്നെ 8-മത്തെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കേക്ക് ഇപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ അതിൽ കാണുന്ന അത്ര പൊങ്ങിയിട്ട് നമ്മുടെ കേക്ക് വരുന്നില്ല. ഒരു പാൻ കേക്കിൻ്റെ ഒക്കെ ആ ഒരു പൊക്കത്തിൽ മാത്രമേ നമ്മുടെ കേക്ക് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള മെയിനായിട്ടുള്ള കാരണം ഞാൻ പറയാം.
അതിനുള്ള മെയിൻ കാരണം ഓവറായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ബാറ്റർ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വെറ്റ് ഇൻഗ്രീഡിയൻസിൽ ഓവറായിട്ട് മിക്സ് ചെയ്താൽ, ഓവറായിട്ട് ഫോൾഡ് ചെയ്താൽ ഇത് സംഭവിക്കും. അതുപോലെ ഓവറായിട്ട് ബീറ്റ് ചെയ്താലും ഇത് സംഭവിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് ബീറ്റർ പിന്നെ എടുക്കരുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് സ്ലോലി സമയം എടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഓവറായിട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അങ്ങനെ നമ്മൾ ഓവറായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ ആദ്യം എഗ്ഗ് ബീറ്റ് ചെയ്യുക. അപ്പോൾ ആ എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്ലഫിനെസ്സിൻ്റെ അത് പോകും. നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ എഗ്ഗിൻ്റെ ഫ്ലഫിനെസ് പോയിട്ട് അപ്പോഴും നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയം എടുത്തിട്ട് മാത്രം നിങ്ങൾ ബാറ്റർ ഫോൾഡ് ചെയ്തെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ മറ്റൊരു റീസൺ, ബേക്കിംഗ് സോഡ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും അതൊന്നും കൂടുതൽ യൂസ് ചെയ്യരുത്. കേക്ക് നന്നായിട്ട് പൊങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ യൂസ് ചെയ്താൽ അതൊക്കെ കേക്ക് താഴ്ന്നു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ ഈ രണ്ട് ഐറ്റം ബേക്കിംഗ് പൗഡറിൻ്റെയും ബേക്കിംഗ് സോഡയുടെ ഒക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നും ഉറപ്പ് വരുത്തണം. അതും ഇതിനൊരു കാരണമാണ്. പിന്നെ 9ാമതായിട്ട് നമുക്ക് സംഭവിക്കാവുന്ന മറ്റൊരു ഫോൾട്ടാണ് അൺഈവൻ ആയിട്ടുള്ള കേക്ക്. ഒരു ഭാഗം പൊങ്ങിയിട്ട് ഒരു ഭാഗം താഴ്ന്നിട്ടൊക്കെ ആയിട്ടുള്ള അൺഈവൻ ആയിട്ടുള്ള കേക്ക്. ഇതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യല്ലോ, നന്നായിട്ട് അരിച്ചെടുക്കണം. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അത് എല്ലാം ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ആയാലും ബേക്കിംഗ് സോഡ ആയാലും മൈദ കോൺഫ്ലോർ ഒക്കെ ചേർക്കുമല്ലോ, അതൊക്കെ നന്നായിട്ട് കമ്പൈൻ ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സിങ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അൺഈവൻ ആയിട്ടുള്ള കേക്കായിട്ടാണ് നമുക്ക് കിട്ടുക. പിന്നെ നമ്മുടെ പാൻ ആയാലും ഓവൺ ആയാലും ഒന്നും ഓവറായിട്ട് ചൂടാക്കി എടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ നമ്മുടെ ബാറ്റർ കറക്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാൻ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എല്ലാ ഭാഗവും മിക്സ് ആവുന്ന വരെ നന്നായിട്ട് സ്ലോലി ഫോൾഡ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പതുക്കെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ കറക്റ്റ് ഇപ്പോൾ നമ്മൾ ബേക്കിംഗ് മോൾഡൊക്കെ ഒരു പാനിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു ബേക്കിൻ്റെ ആ ഒരു ട്രേയിൽ കറക്റ്റായിട്ട് ആ ഒരു പാത്രത്തിൽ സെൻട്രലായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സെൻട്രലല്ല വെക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇതിൽ നിന്ന് കിട്ടുന്ന ചൂട് അതിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും അങ്ങനെ സംഭവിക്കും. കറക്റ്റ് സെൻട്രലിൽ തന്നെ ബേക്കിംഗ് മോൾഡൊക്കെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 10ാമതായിട്ട് പറയാനുള്ള ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ കേക്കൊക്കെ ബേക്കായിട്ട് വരുമ്പോൾ ഓവറായിട്ട് സോഫ്റ്റ്, ഓവറായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടുള്ള കേക്ക്, കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു കേക്കായിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിനുള്ള മെയിൻ കാരണം വെറ്റ് ഇൻഗ്രീഡിയൻസ് അഥവാ മുട്ട, ഓയില്, പഞ്ചസാര, നമ്മൾ അതൊക്കെ ചെയ്യുമല്ലോ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു സംഭവങ്ങളൊക്കെ കൂടിപ്പോയാൽ ഇതുപോലെ ഓവറായിട്ട് മോയ്സ്ചറൈസ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുക. അപ്പോൾ അതൊന്നും ഒരിക്കലും നമ്മൾ പറഞ്ഞ അളവിലും കൂടുതൽ എടുക്കരുത്. മുട്ടയായാലും ഓയിലായാലും ഷുഗർ ആയാലും ഒന്നും പറഞ്ഞിട്ടുള്ള അളവിൽ കൂടുതൽ എടുക്കരുത്. ഷുഗറൊക്കെ കൂടിപ്പോയാൽ നന്നായിട്ട് തന്നെ അത് കേക്കൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും എക്സ്പയർഡ് ആയതൊന്നും യൂസ് ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയാൻ പോകുന്നത് ഈ 11ാമത്തെ ഫോൾട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു ഫോൾട്ടായിരിക്കും. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പറ്റുന്ന ഒരു ഫോൾട്ടായിരിക്കും. കേക്ക് നമ്മൾ ലെയറായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉൾഭാഗമൊക്കെ വലിയ വലിയ ഹോളായിട്ട് കാണുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം, നമ്മളിപ്പോൾ കേക്ക് ബാറ്റർ ഒരു മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ ഹോളായിട്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മളൊരു ഓവനിൽ വെക്കുന്ന സമയത്തും അതല്ല പാനിൽ ഇറക്കി വെക്കുന്ന സമയത്തായാലും പ്രീ ഹീറ്റ് ചെയ്യാൻ മറക്കുക. പ്രീ ഹീറ്റ് ചെയ്യാതെ കേക്കിൻ്റെ മോൾഡ് നേരിട്ട് കൊണ്ടുപോയി വെച്ചാലും ഇതുപോലെ വലിയ ഹോൾസ് വരും. പിന്നെ മറ്റൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം കുറേ സമയം പുറത്ത് വെക്കാം. നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി കുറേ സമയം പുറത്ത് വെക്കാൻ പാടില്ല. അത് ബാറ്റർ തയ്യാറാക്കി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ ഹോൾസ് നന്നായിട്ട് എയറൊക്കെ കിടന്നിട്ട് അതിലേക്ക് കയറിയിട്ട് വലിയ ഹോൾസായിട്ട് നമ്മുടെ കേക്കിൽ വരും. അപ്പോൾ അതൊക്കെ പ്രത്യേകം തന്നെ ശ്രദ്ധിക്കാം. ഇനി ഫൈനലായിട്ടുള്ള ഫോൾട്ട് ഞാൻ പറയാം. ടോട്ടലി ഫെയിൽഡ് ആയിട്ടുള്ള കേക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മൊത്തത്തിൽ അങ്ങോട്ട് ഫ്ലോപ്പായിട്ട് പോയിട്ടുള്ള കേക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ കേക്ക് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കോൾഡ് അല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ മുട്ടയായാലും ബട്ടർ ആയാലും ഒന്നും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ യൂസ് ചെയ്യരുത്. അത് ഫെയിലായിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് ഇൻഗ്രീഡിയൻസ് ആയാലും കേക്കിന് യൂസ് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ്.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും ചിലർക്കൊക്കെ ഇനിയും ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ബിഗിനേഴ്സായ ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. താല്പര്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്